നമസ്കാരം. എറണാകുളത്താണ് ഉള്ളത്. ഇവിടെ ഉണ്ടല്ലോ രാവിലെ മുതൽ നല്ല മഴയാണ്. ഇതുവരെ ഈ മഴ നിന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്നില്ല അല്ലേ? പറ്റുന്നില്ല. എന്ത് പറയാ, നല്ല മഴ നിർത്തുന്നില്ല. രാവിലെ മുതൽ തന്നെ തോരാത്ത മഴയായിരുന്നു. അതെ, ഞങ്ങൾ ഇന്ന് എറണാകുളത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോവുകയാണ്. ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് പോകുന്ന മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിനാണ് പോകുന്നത്. നമുക്ക് ഇവിടുന്ന് രാവിലെ 10:30 ട്രെയിൻ. അതെ, മൺസൂൺ ടൈമാണ്. നമ്മുടെ മൺസൂണിൻ്റെ നമ്മളെ കൊങ്കൺ റെയിൽവേൻ്റെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് മംഗള ലക്ഷദ്വീപ് ട്രെയിനിൽ കൂടെ കാണാം. എന്താ പറയാ, 3 വീഡിയോ ആയിരിക്കും. കാരണം 3 ദിവസങ്ങൾ നമുക്ക് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യാനുണ്ട്. അപ്പം 3 വീഡിയോ ആയിരിക്കും ചിലപ്പം നമ്മളെ വീഡിയോ വരുന്നത്. അതെ, ഇവിടെ ഉണ്ടല്ലോ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഒരു നെയിം ബോർഡ് ഉണ്ട്. അതുപോലെ ഇത് മംഗള ലക്ഷദ്വീപാ. അതായത് ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളത്തേക്ക് വന്ന വണ്ടി. ഇന്നിപ്പോ രാവിലെ ഇവിടെ 8 മണിക്ക് എത്തിയുള്ളൂ ഈ വണ്ടി. ഞാൻ വിചാരിച്ചത് ഇതിന് മുന്നേ ഈ വണ്ടി ഇവിടെ വന്ന ശേഷം ക്ലീൻ ചെയ്തിട്ടായിരിക്കും ഇത് 10:30 പോകുന്ന വിചാരിച്ചത്. അല്ലല്ല, ഇതല്ല. ഇത് ഇനി നാളെ പോകത്തുള്ളൂ. നമ്മളെ വണ്ടി ഒന്നുകിൽ 2 അല്ലെങ്കിൽ 1, ആ 2 പ്ലാറ്റ്ഫോമിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരും. ഇത് ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് ആണ്. ഇത് ഇന്ന് പോകുന്ന വണ്ടി നല്ലത്. അപ്പുറത്ത് വേറൊരു വണ്ടി, അതായിരിക്കും ഇനി ഒരു വണ്ടി ഒച്ചെടുക്കുന്നത്. എന്തോ ഒരു കാര്യം, നമുക്ക് സ്റ്റേഷന്റെ പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റില്ല. ഇല്ല. ഇതാ നിങ്ങൾ മഴേനെ നോക്കിയതാ. ഇത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോം ബംഗള ഹസ്രത്ത് നിസാമുദ്ദീൻ എന്ന് വന്നത്. നമ്മളിത് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത്. എന്തായാലും മഴ നനയാതെ പോകാൻ പറ്റില്ല. ഇതിലേക്കൂടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അതുവഴി പോവാം. അയ്യോ, പ്ലാറ്റ്ഫോം നമ്പർ 4 എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾക്ക് പോകാനുള്ള എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ വണ്ടി വന്നിട്ടുള്ളത്, മംഗള ലക്ഷദ്വീപ് വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിലേക്ക് ഒന്ന് കയറാം കേട്ടോ. നമുക്ക് എല്ലാ കോച്ചിലും കയറണം. ആദ്യം നമുക്ക് സ്ലീപ്പർ എന്ന് തുടങ്ങാം. ഓ, ലേറ്റൊക്കെ വന്ന് സെറ്റായി കേട്ടോ. വണ്ടിയിൽ ഈ മഴ കാരണമാണ് ഇവിടെയൊക്കെ നല്ല വെള്ളമില്ല. പിന്നെ വണ്ടി നല്ല ക്ലീനാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ വന്ന വണ്ടിയാണ് ഇന്ന് പോകുന്നത്. അതെ, ഇന്ന് രാവിലെ എത്തിയ വണ്ടിയല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ലീപ്പർ ക്ലാസിന്റെ അവസാനം മഴക്കാലത്ത് അറിയാലോ, മൊത്തം വെള്ളമൊക്കെ. പിന്നെ ഈ 6 ഇഞ്ച് സീറ്റിലൊക്കെ ഇരിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ജനല് പലരും ക്ലോസ് പിന്നെ ഓപ്പൺ ചെയ്ത് എടുക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങോട്ട് അടിച്ചു കയറും. പിന്നെ ഇവിടെ ചാർജിങ് സോക്കറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. ഇത് കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് പഴയ കോച്ചാന്ന് തോന്നുന്നു കേട്ടോ. നമ്മള് 2021 ഇതിന്റെ ഉത്കൃഷ്ട കോച്ചില് ഇത് LHP ആണല്ലോ. നമ്മള് നീലേശ്വരത്ത് നിന്ന് ഡൽഹിയിലേക്ക് മംഗളയിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അത് സ്ലീപ്പറിൽ. നമുക്ക് ഇതിന്റെ ഫെയർ വരുന്നത് ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് ഒരാൾക്ക് 985 രൂപയാണ് വരുന്നത്. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യുന്നത് സ്ലീപ്പറിലല്ല, 3rd AC-യിലാണ്. അതിന് പുറമേ നമുക്ക് ഈ ട്രെയിനിന്റെ എല്ലാ കോച്ചുകളും ഒന്ന് കാണുകയും വേണം. 2nd AC, 3rd AC എക്കണോമിയും കൂടെ ഒന്ന് കാണാം കേട്ടോ. അപ്പൊ നേരെ നടന്നു ഇതിന്റെ ഉള്ളിലൂടെ ഇനി പുറത്തേക്ക് നടക്കട്ടെ, കാരണം മഴയാണല്ലോ. ഇതുണ്ടല്ലോ WP7 ലല്ലാഗുഡേൻ്റെ ആണ് ലോക്കോമോട്ടീവ് വരുന്നത്. ഇതിനുണ്ടല്ലോ കവച് സിസ്റ്റം ഉണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ കവച്. മഴ ഒട്ടും കുറഞ്ഞിട്ടില്ല. നമുക്കതുകൊണ്ട് നമ്മുടെ വണ്ടിൻ്റെ ലോക്കോമോട്ടീവ് ഒന്നും കാണാൻ പോകാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ മഴയത്ത് നടന്നു പോയാൽ എന്തായാലും പനിയൊക്കെ വരുന്നവേ. ഇതിൻ്റെ 2nd AC കോച്ചാണ് കേട്ടോ. നമുക്ക് ഈ ഒരു 2nd AC കോച്ച് ഒന്ന് കാണാം. 2nd AC-യിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൂപ്പേ മോഡലാണ്, 2 പേർക്ക് മാത്രം. എനിക്ക് കൂടുതൽ ഈ 2nd AC-യിലൊക്കെ യാത്ര ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് കിട്ടണം എന്നാണ് ഉള്ളത്. അത് ഭാഗ്യം പോലെ. അതെ. പിന്നെ നോർമലി വരുമ്പോൾ നമ്മുടെ ഒരു ക്യാബിൻ 4 പേർക്കുള്ളത്, 2 റോ സീറ്റ് വീതമുള്ളതാണ്. ചാർജിങ് സോക്കറ്റൊക്കെ എല്ലായിടത്തും ഉണ്ട്. നല്ല മിററാണ്. മുടിയൊക്കെ പോയിട്ട് ഈ മഴയൊക്കെ നനഞ്ഞ് ആകെപ്പാടും എന്തൊരു അലങ്കോലമായല്ലേ. ചാർജിങ് സോക്കറ്റ് ഇവിടെയുണ്ട്, താഴെയുണ്ട്. അതെ. പിന്നെ ഇതിന് ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ഡൽഹിയിലോട്ട് ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് നിരക്ക് എന്ന് പറഞ്ഞാൽ 3705 രൂപയാണ്. പിന്നെ 2 2nd AC-യാണ് നമ്മുടെ മംഗളക്ക് ഉള്ളത്. ഇപ്പൊ നമ്മൾ പോകുന്നത് ഇതിന്റെ 3rd AC-യിലാണ് യാത്ര എന്ന് പറഞ്ഞത്. ഇനി അപ്പുറത്ത് തന്നെ 3rd AC എക്കണോമിയാണ്. 2 3rd AC എക്കണോമി ഈ ട്രെയിൻ ഉണ്ട്. അപ്പൊ അത് നമുക്ക് കാണാം. അതെ പോകും. 3rd AC എക്കണോമിന്റെ കോച്ച് ഇതാണ്. ഇവിടേക്ക് ഇതിന്റെ ഇത് ഉണ്ട്. വിരളതൊന്നും കാണുന്നില്ല. ഇങ്ങനെയൊക്കെ ഇതിനെ മൊത്തം കാണും. കാരണം മഴയും എല്ലാം ആയതുകൊണ്ടല്ലേ. പിന്നെ സ്ലൈഡ് ഡോറാണ്. സ്ലൈഡ് ചെയ്ത് കുറച്ച് പാടാണ് ഇത് സ്ലൈഡ് ചെയ്യാൻ. ഇവിടെ എടുത്തൊക്കെ ഉണ്ട് എത്രയായിട്ടാ. 3rd AC എക്കണോമിൻ്റെ ഒരു എന്താ പറയുക സീറ്റിംഗ് ലേഔട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ തന്നെയാണ് റീഡിംഗ് ലൈറ്റും ചാർജിങ് സോക്കറ്റും എല്ലാം ഉണ്ട് കേട്ടോ. അത് USB ടൈപ്പാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു മിററുണ്ട്. നല്ല സീറ്റിംഗ് ലേഔട്ടാണ്. പിന്നെ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു കളർഫുൾ ആണ് ഇതിന്റെ മെയിൻ ഒരു അട്രാക്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷെ കുറച്ചൊരു കൺജസ്റ്റഡ് ആണ്. അത് നമ്മുടെ ട്രെയിനിന് കഴിഞ്ഞൊരു നമ്മുടെ 3rd AC എക്കണോമി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കാണാതിന്റെ മേലെ നമ്മുടെ തല പെട്ടതും. അതെ. പിന്നെ നമ്മള് യാത്രക്കിടയിൽ നമ്മൾ ഈ കോച്ചിൽ വെച്ച് നമ്മളൊരു ചേട്ടനെ പരിചയപ്പെടുകയുണ്ടായി. ചേട്ടന്റെ പേര് പറഞ്ഞോ? എന്റെ പേര് നിസാം. ചേട്ടൻ എവിടത്തേക്ക് പോവാ? ഞാൻ ആഗ്രഹിക്കും. ഇവിടെ നാട്ടിലെവിടെ? നാട്ടിൽ ട്രിവാൻഡ്രം. ഫാമിലി ആയിട്ട് പോവാ? ഫാമിലി ആയിട്ട് പോവാ. ചേട്ടന്റെ ഫാമിലിയാണ്. നിങ്ങളെ പേര് പറഞ്ഞ എല്ലാവരും? ഷെമി,
നിങ്ങൾ ആഗ്ര കുറെ ദിവസം പോകുന്നുണ്ട് അവിടെ? എങ്ങനെ? 8 ദിവസം ഉണ്ട്. ആഗ്ര, ഡൽഹി, പഞ്ചാബ്. അങ്ങനെയാണല്ലേ? ഈ ആഗ്രയിലൊക്കെ പോകുന്നവര് കൂടുതൽ പേര് നമ്മുടെ മലയാളികൾ പോകുന്നത് ഈ ട്രെയിനിൽ തന്നെ. അതെ അതെ അതെ. പിന്നെ കൊങ്കണിലത്തെ അടിപൊളി കാഴ്ചകൾ കാണാനല്ലേ. പിന്നെ കണ്ടതിൽ വളരെ സന്തോഷം കേട്ടാ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ 3rd AC കോച്ചിലേക്ക് തന്നെ പോവാം. നമ്മുടെ B6 വരുന്നത് കേട്ടോ. ഇവിടെ ഇത് B3 ആണ്. ഇതിലൂടെ നടന്നു പോകാൻ പറ്റില്ല, ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ കയറി പോകണം. പിന്നെ ഇതിൻ്റെ ട്രെയിൻ നമ്പർ വരുന്നത് 126-17. അതായത് എറണാകുളത്ത് നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീനിലോട്ട് പോകുമ്പോൾ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിൻ്റെ ട്രെയിൻ നമ്പർ വരുന്നത് 126-17. ബാ കയറാം. നമ്മൾ യാത്ര ചെയ്യുന്ന B6 കോച്ച്. നമ്മുടെ ബെർത്ത് വരുന്നത് 43-46. അതായത് ഈ 2 അപ്പർ ബെർത്താണ് നമ്മൾക്കുള്ളത്. നവീൻ, നല്ല ബെർത്തല്ലേ? നല്ല ബെർത്താണ്. പിന്നെ നമ്മള് പ്രിഫറൻസ് കൊടുത്തിട്ട് തന്നെ 2 അപ്പർ എടുത്തു. കുഴപ്പമില്ല, കംഫർട്ടായിട്ട് കിടക്കാലോ. ഇതിൽ എവിടെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്? അവിടെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്. സൈഡിൽ ഓവറിന് ചാർജിങ് സോക്കറ്റ് ഉണ്ട്, സൈഡ് അപ്പറിനും ചാർജിങ് സോക്കറ്റ് ഉണ്ട്. കുഴപ്പമില്ല, നല്ല വിൻഡൊക്കെ ഉണ്ടല്ലേ. നമുക്ക് ഒന്നും കൊണ്ട് തന്നിട്ടൊന്നുമില്ല കേട്ടോ, എല്ലാം പ്രൊവൈഡ് ചെയ്യണത്ര. കാരണം പണി നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അവിടെയൊക്കെ. പിന്നെ നമ്മളെ നേരത്തെ 3rd AC എക്കണോമി കയറി, ഇപ്പോൾ 3rd AC കയറിയപ്പോൾ അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അതിന്റെ വഴിയിലേക്കൂടെ മാത്രം നടക്കാൻ പോലും ഇല്ല, സ്പേസ് ഇല്ല. അത് ആ ഒരു ചെറിയൊരു സ്പേസ് വ്യത്യാസമാണ്. പിന്നെ ഫെയർ പറഞ്ഞാൽ 3rd AC ഒരു 100 രൂപ കുറഞ്ഞിട്ട് വരും, 150 രൂപ അത്രേ വരുള്ളൂ, വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. പിന്നെ വേറൊരു വിഷയം വരുന്നുണ്ട്, കാരണം ഇതിൽ നമുക്ക് ചില ആൾക്ക് 3rd AC എക്കണോമി കിട്ടാൻ വേറൊരു കാര്യം കൂടെ വരുന്നുണ്ട്. അതെങ്ങനെ അറിയാം? ഒന്ന്, ട്രെയിൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് 3rd AC ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഓട്ടോ അപ്ഗ്രേഡേഷൻ കൊടുത്താൽ ചിലപ്പം ചാർട്ട് പ്രിപ്പയർഡ് ചെയ്യുമ്പം 3rd AC എക്കണോമിയിലേക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ബുക്കിങ്ങിൻ്റെ അതിൽ കൺഫേം അതായത് കൺഫേം സീറ്റും ബെർത്തും കിട്ടിയിട്ട് അതിൽ കൺഫേം B7 B8 മംഗള ലക്ഷദ്വീപിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് 3rd AC എക്കണോമി എന്നാണ്. കാരണം ഇതിൽ ഓൾറെഡി B6 വരെ 3rd AC ഉള്ളൂ. അതാണ് മെയിൻ റീസൺ. അതായത് B6ന് ശേഷം 7 8 കണ്ട ഉറപ്പിച്ച 3rd AC എക്കണോമി തന്നെയാണ്. അതെ, നമുക്ക് പിന്നെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല, 3rd AC എക്കണോമിയിലേക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ഫെയർ വരുന്നത് 2530 രൂപയാണ് 3rd AC നമുക്ക് ഇവിടുന്ന് എറണാകുളത്ത് ഡൽഹിയിലേക്ക് വരുന്നത്. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് 10:30 തന്നെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് എടുത്തിരിക്കുകയാണ്. പിന്നെ ഉണ്ടല്ലോ, ഇപ്പം മൺസൂൺ ടൈമാണല്ലോ, അതായത് ജൂൺ മാസം മുതൽ ഒക്ടോബർ മാസം വരെയാണ് ഈ മൺസൂൺ ടൈം ഉള്ളത്. ആ സമയത്ത് മാത്രമാണ് മംഗള ലക്ഷദ്വീപ് രാവിലെ 10:00 ഇവിടുന്ന് എടുക്കുന്നത്. അല്ലാത്ത നോർമൽ ടൈം ആണെങ്കിൽ ഉച്ചയ്ക്ക് 1:15 എടുക്കുള്ളൂ കേട്ടോ. നോർമൽ ടൈമിലെല്ലാം 1:15 എടുക്കുക ഉച്ചയ്ക്ക്. ആ മഴ നിന്നിട്ടേ ഇല്ല കേട്ടോ. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ലോക്കോമോട്ടീവ് കേട്ടോ, കവച് സിസ്റ്റം ആഡ് ചെയ്തിട്ടുള്ള WP7 എറണാകുളം ജംഗ്ഷൻ. ഇവിടെ ഒരുപാട് ലോക്കോമോട്ടീവ്സ് ഉണ്ട് കേട്ടോ. അത് യൂസ് ചെയ്യാത്ത ലോക്കോമോട്ടീവാണ്. പണ്ട് ഓടി ഒരുപാട് ചരിത്രം സൃഷ്ടിച്ച ലോക്കോമോട്ടീവ്സാണ് അതൊക്കെ, ഡീസൽ ലോക്കോമോട്ടീവ്. ഇനി ഇതിൻ്റെ ഒന്നും എന്താ പറയുക, ഇതിൻ്റെയൊക്കെ അവസാനമായി തന്നെ പറയാം. കാരണം ഇനിയിപ്പോൾ മൊത്തം ഇത് നമ്മുടെ ഇലക്ട്രിക് ആണല്ലോ. ഡീസൽ ലോക്കോ ഷെഡ് എറണാകുളം. എനിക്ക് കൂടുതലിഷ്ടം ഈ ഇലക്ട്രിക്കിനെക്കാട്ടും ഇഷ്ടം ഡീസൽ ലോക്കോമോട്ടീവാണ് കേട്ടോ. ഒന്ന് അതിൻ്റെ ആ ശബ്ദം തന്നെയാണ്, ഒരു എടുപ്പാണ് വേറെ തന്നെ. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഇത്. ഈ എറണാകുളം പോലെയുള്ള ഒരു എന്താ പറയുക, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണല്ലോ എറണാകുളം. ആ ഒരു എറണാകുളത്ത് എന്താ പറയുക, ആദ്യം മാറേണ്ട ഈ ഒരു KSRTC ബസ് സ്റ്റാൻഡാണ്. കാരണം ഇതൊക്കെ നല്ല രീതിയിൽ വലിയൊരു ഡെവലപ്പ് ആക്കണം. ഇപ്പം ആകെ ഇത്രയല്ലേ ഉള്ളൂ. കാരണം സൗകര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ്. തൃശ്ശൂർ, ചാലക്കുടി, എറണാകുളം ഫാസ്റ്റ് പാസഞ്ചർ, തൃശ്ശൂർ വണ്ടികളൊക്കെ അവിടെയും നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാദ്യം നല്ല ഡെവലപ്പ് ചെയ്യണം. കാരണം നല്ലൊരു മോഡേൺ രീതിയിലാക്കണം ഈ ഒരു ബസ് സ്റ്റേഷൻ. അതായത് നമ്മൾ ബാംഗ്ലൂർ പോയാലും കർണാടകയിൽ പോയാലും നമ്മൾ തമിഴ്നാട് ചെന്നൈ പോയാലും കോയമ്പത്തൂർ പോയാലും മധുര ആയാലും ട്രിച്ചി ആയാലും ബസ് സ്റ്റാൻഡൊക്കെ കണ്ടില്ലേ. ഇവിടെ സൗകര്യങ്ങൾ വളരെയധികം കുറവാണ്. ഒരു മഴ പെയ്താൽ തന്നെ മഴ പെയ്യുന്നത്
അവിടെ അതാ ബസ് സ്റ്റാൻഡിലേക്ക് വണ്ടി വരുന്നുണ്ടാ, അവിടേക്ക് വെള്ളം കയറി ഒരു വോൾവോ. ട്രെയിൻ ഇപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ചെറിയൊരു ഡിലേ ഉണ്ട്, ഒരു 10 മിനിറ്റിന്റെ ഒരു ഡിലേ ഉണ്ട്. നമ്മുടെ വണ്ടിന്റെ അനൗൺസ്മെന്റ് ആണ്. 126-17 എറണാകുളത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആലുവായ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കയറിയേക്ക 2 മിനിറ്റ് സ്റ്റോപ്പുള്ളൂ. കയറി ആലുവയിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. നമ്മുടെ മിഡിൽ ബർത്തിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഇവിടുന്ന് കയറി കേട്ടാ. നമ്മൾ നേരത്തെ ചാർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട പുഴകളിലൊന്നായ പെരിയാർ, ഈ ആലുവ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞോടെ തന്നെ പെരിയാർ പുഴയായി. ഇനിയിപ്പോൾ ഇതിൽ വെള്ളം നല്ലോണം കൂടിക്കോളും, കാരണം മഴ നല്ല രീതിയിൽ കനക്കുന്നുണ്ടല്ലോ. നല്ല കാറ്റുണ്ട് കേട്ടാ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ മംഗള എക്സ്പ്രസ് എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി മഴ. മൺസൂൺ യാത്ര എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് വേണ്ടത്. എന്തൊരു മഴ, നല്ല മഴ. മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തിറങ്ങാം. എറണാകുളത്ത് നിന്ന് 73 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഇപ്പോൾ തൃശ്ശൂർ എത്തിയത്. പിന്നെയുണ്ടല്ലോ, നമ്മൾ പുതിയൊരു ഇത് കാണിച്ചു. നമ്മൾ യാത്രക്ക് വേണ്ടിയിട്ട് ഒരു ബാഗ് പുതിയതാണ്. അനൗൺസ്മെന്റ്. എനിക്ക് ഈ അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ എങ്ങനെ നമുക്ക് വർത്താനം പറയാൻ തോന്നല്ലേ. എത്തിച്ചേർന്നിരിക്കുന്നു. ട്രാവൽ ചെയ്യാൻ വേണ്ടിട്ട് കഴിഞ്ഞ തവണ എന്റെ കയ്യിൽ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട്. ഇപ്രാവശ്യം ഇങ്ങനെ ഇടാൻ വേണ്ടിട്ട് നല്ല സംഭവം കൂടെ വാങ്ങി. ബാഗ് വാങ്ങി. കംഫർട്ടായല്ലോ. മഴയല്ലേ, കയറാൻ മതി. വാ, മഴയല്ലേ, വണ്ടി പെട്ടെന്ന് വിട്ടാൽ പിന്നെ കയറാൻ പറ്റില്ല. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. ഈ തൃശ്ശൂരിൽ നിന്നുണ്ടല്ലോ നമുക്ക് ഗുരുവായൂരേക്കൊക്കെ പോകാം കേട്ടോ, അടുത്താണ്. ഇവിടുന്ന് ഇഷ്ടംപോലെ ട്രെയിൻ ഉണ്ട്. പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിലാണ് എന്താ പറയുക ഈ ഗുരുവായൂരേക്കുള്ള ഡിവിഷൻ വരുന്നത് കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട തൃശ്ശൂർ പൂരം അതിവിടെയാണ്. പൂരങ്ങളുടെ നാട്. നേത്രാവതി എക്സ്പ്രസ് ലോകമാന്യത്തിലെ തിരുവനന്തപുരം. ഭാരതപ്പുഴയിലേക്ക് ഇതാ എത്തിയത്. ഇത് തന്നെയാണ് ഭാരതപ്പുഴ കേട്ടാ. വെള്ളം അധികം ആയിട്ട് കേട്ടാ, കുറച്ചും കൂടെ ആവേണ്ട. അവിടെയൊക്കെ മുങ്ങിയിട്ടതാ, ആ ഭാഗത്തൊക്കെ കുറച്ച് വെള്ളം വരാനുണ്ട് അത്ര. ഈ സമയത്ത് ഒരു ട്രെയിൻ ഇങ്ങോട്ട് വരണം, എന്താ വ്യൂ ആയിരിക്കും അറിയാം. അപ്പോൾ നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ എത്താനായിട്ടാണ്. ഈ പാലം കഴിഞ്ഞോടെ കുറച്ച് പോയാൽ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനായി. എന്താ കാമ്.
ഒരു ശബ്ദവും ഇല്ല. സമയം ഇപ്പോൾ 1 മണിയായിട്ടാ. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചക്ക് കഴിക്കണ്ടേ. ഊണുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ പിന്നെ ഊണില്ലെങ്കിൽ ട്രെയിൻ തന്നെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാം. ഇല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ഉണ്ട്. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിൽ ഇപ്പോൾ 2 ദിവസം ഉണ്ടല്ലോ, ഇതിനകത്തെ പാൻട്രിയിൽ തന്നെ കഴിക്കണ്ടേ, അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത്. അതെ അതെ അതെ, കാരണം കേരളത്തിൽ ഇല്ല സമയം നമുക്ക് കേരളത്തിലത്തെ ഭക്ഷണം തന്നെ കഴിക്കാമല്ലോ. അതെ 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 അതെ. ഇപ്പോൾ പ്ലാറ്റ്ഫോം ഇവിടെയല്ല കേട്ടാ, അവിടെയാണ് പ്ലാറ്റ്ഫോം വരുന്നത്. അപ്പോൾ ഇത് ഇവിടെ അടച്ചിരിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ. ഷൊർണൂർ ജംഗ്ഷൻ. ഇവിടെ 5 മിനിറ്റ് ഉണ്ട് ഹോൾട്ട്. 5 മിനിറ്റ് ഉണ്ട്. നമുക്ക് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റുന്നില്ല അല്ലേ, മഴയല്ലേ. ഈ സമയത്ത് ഇതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു യാത്ര തന്നെ പ്ലാൻ ചെയ്തത്. നമുക്ക് മഴയാണല്ലോ വേണ്ടത്. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിർത്തി. അപ്പോൾ തന്നെ നമ്മൾ എന്ത് വാങ്ങിച്ചു? മീൻകറി, ഊണ്. ഇവിടെ തന്നെ ബിരിയാണി, ഊണ് എന്ന് പറഞ്ഞിട്ട് കുറെ നമ്മുടെ വിൽക്കുന്നുണ്ട്. അപ്പം ഊണ് ഉണ്ടാകുമ്പോ പിന്നെ ഊണ് വാങ്ങണ്ടേ. അതെ അതെ അതെ. എത്ര ഈ രണ്ടിന് എത്ര? 160 രൂപ അല്ലേ? 80 രൂപയാണ് വാങ്ങിയത്. ഇത് കൂടുതലാണോ കുറവാണെന്ന് അറിയില്ല, ഒന്നും ചോദിക്കാൻ വേണ്ടിയില്ല. കാരണം എന്താ വെച്ചാൽ അല്ല, അത് വലിയ കൂടുതലൊന്നും അല്ല. ഊണ് ഞങ്ങൾ അധികം വാങ്ങിയിട്ടില്ല, എപ്പോഴും ബിരിയാണിയാണല്ലോ കഴിക്കുന്നത്. അതെ അതെ അതെ. ഇവിടെ 5 മിനിറ്റ് ഹോൾട്ട് ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഈ പലർക്കും ഒരു പ്രശ്നം V8 എവിടെ, B7 എവിടെയാന്ന് ചോദിക്കുന്നല്ലേ ഈ ചേട്ടന്മാര്. അതായത് ഈ വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് B8 B7 കിട്ടി. അതിന് അർത്ഥം എന്താ? പോകാൻ വേണ്ടി പറഞ്ഞു, കാരണം എല്ലാവർക്കും അങ്ങനെ അറിയണം. അതെ അതെ അതെ. എന്നാ പിന്നെ കയറിക്കാൻ മതി. വാ, ഭക്ഷണം കഴിച്ചേക്കാം അല്ലേ? 1 മണി കഴിഞ്ഞല്ലോ. ഉച്ചക്ക് വാങ്ങിച്ച നമ്മുടെ മീൻ കറി ഊണ്, ഒരു അച്ചാറുണ്ട്, ഒരു മീൻ ഫ്രൈ ഉണ്ട്, മത്തിയാന്ന് തോന്നിട്ട്. അതെ മത്തി തന്നെ ഇത്. പിന്നെ ഒരു എന്താ പറയുക, പച്ചക്കായാണ് ഇത്, നമ്മളെ വറവ്, പിന്നെ തോരൻ. അതെ. പിന്നെ മീൻകറി. മീൻകറിയിലേക്ക് ഒഴിച്ച്, കാരണം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ പിന്നെ ഊണല്ലേ കഴിക്കേണ്ടതല്ലേ. പിന്നെ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. അതെ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റിലൊന്നും ഭക്ഷണം കിട്ടൂല. ടേസ്റ്റ് ഇല്ലേ? നല്ല എരിവുണ്ട് കേട്ടാ, കാരണം നല്ല ചൂടുണ്ട്. അല്ല, അടുത്ത ദിവസം ചിലപ്പോൾ നമുക്ക് ഊണ് കിട്ടൂടാ. മുമ്പിലല്ലേ? അത് നമുക്ക് 2ാമത്തെ പാട്ടിൽ കാണാം. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റിപ്പുറം. ഈ റെയിൽവേ സ്റ്റേഷൻ ചെറിയൊരു കർവിലാണ് ഉള്ളത് കേട്ടാ. 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. യാത്രികർ കൃപയാ ധ്യാൻ ദേ. ഗാഡി സംഖ്യ 1 മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് കേട്ടോ ഇവിടെ. അതെ അതെ, കാണാൻ പക്ഷേ അവിടെ ബോർഡുണ്ട്. നമ്മുടെ ലോക്കോമോട്ടീവ് ഏതാന്ന് പറഞ്ഞില്ലല്ലോ. WP7 ആണ് ലോക്കോമോട്ടീവ് വരുന്നത് കേട്ടാ. ഇങ്ങോട്ട് ഇതാ കർവ് കണ്ടത്. സ്ലീപ്പർ ക്ലാസ് ഒക്കെ അങ്ങോട്ടേക്കാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാണ്ടല്ലോ, നമ്മുടെ B6 വന്നത് കറക്റ്റ് സെൻട്രലാണ്. ആ ഒരു ഭാഗത്തേക്കുള്ള ദൂരവും സെയിമാ, ഈ ഒരു പുറകിലേക്കുള്ള ദൂരവും സെയിമാ. 1 മിനിറ്റാണ് ഇവിടെ കുറ്റിപ്പുറത്ത് സ്റ്റോപ്പ് ഉണ്ടായത് കേട്ടോ വണ്ടിക്ക്. ഇത് നാഷണൽ ഹൈവേ, ഇത് ഈ മുകളിലൂടെ പോകുന്നത്. ഇനിയിപ്പോൾ ഇതിലേ കൂടി ഒന്നും ആയിരിക്കില്ല റോഡ് ഉണ്ടാവുക. മറുപടി പാത വരുന്ന വഴി അറിയാലോ. മലപ്പുറം ജില്ലയുടെ സ്വന്തം തിരൂരെത്തിയിരിക്കുകയാണ്. തിരൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയൊക്കെ 2 മിനിറ്റേ ഹോൾട്ടുള്ളൂ കേട്ടോ. പിന്നെ നവി,
ഡൽഹിയിലേക്ക് തിരൂരിൽ നിന്ന് ആകെ ഒരൊറ്റ വണ്ടിയല്ലേ ഉള്ളൂ. അതാണ് നമ്മളിന്ന് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മംഗള ലക്ഷദ്വീപ്. ഞാനെന്ന് ആലോചിക്കുന്നത്, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് സുഹൃത്തുക്കളെ കാണാറുണ്ട്. അത് യാത്രയ്ക്ക് മണാലി, കാശ്മീരൊക്കെ പോകുന്നവർ ഏറ്റവും കൂടുതൽ ആൾക്കാർ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് കൂടുതൽ ആൾക്കാരുള്ളത് മലപ്പുറം ജില്ലയാണ്. തീർച്ചയായും. അപ്പോൾ ആ പറയുന്ന മലപ്പുറത്തുനിന്ന് ഈ പറഞ്ഞ ഡൽഹിയിലേക്ക് ആകെയുള്ള ഒരൊറ്റ വണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പ് ഉള്ളത് തിരുവനന്തപുരം മെയിൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വണ്ടി മംഗള മാത്രം. ഒരുപാട് ട്രെയിനുകൾ ഇതിൽ കൂടെ പോകുന്നുണ്ട്. അങ്ങനെയുള്ളവർ അവരൊക്കെ കോഴിക്കോട് പോയിട്ടാണ് കയറുന്നത്. സമ്പർക്രാന്തി, യോഗ്നഗിരി, ഋഷികേഷ് അങ്ങനത്തെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടല്ലോ. അതെ, സത്യം പറഞ്ഞാൽ മലപ്പുറത്തെ ഈ തിരൂരിന് കുറച്ചും കൂടെ ട്രെയിനുകൾ വേണം. കാരണം ഒന്നാമതന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു ജില്ലയും കൂടിയാണ് മലപ്പുറം. അപ്പോൾ എന്തായാലും കുറച്ചും കൂടെ ഒരു പ്രയോറിറ്റിയും കൂടെ കൊടുക്കാമായിരുന്നു അല്ലേ? അതെ. വണ്ടി എടുത്തു, ഹോൺ അടിച്ചു. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെ വണ്ടി എത്തി കേട്ടാ. ഈ സമയത്ത് മഴ നല്ലോണം കൂടി. ഹോൺ അടിച്ചെന്ന് തോന്നുന്നു. ഹോൺ അടിയല്ലേ കേട്ടത്? ഇല്ല, അതില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചതേ ഇല്ല. എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ഇപ്പോഴാണ് കറക്റ്റായിട്ടൊന്ന് അടിച്ചത്. അടുത്തത് ഫറോക്കാണ് കേട്ടോ. ഇവിടെ ഏതൊരു വണ്ടി ഇപ്പോൾ വരാനുണ്ട്. ഇന്നുണ്ടല്ല, ജനശതാബ്ദിയൊക്കെ ലേറ്റ് ആയിട്ടാണുള്ളത്, ഡിലേ ആയിട്ടാണുള്ളത്. ട്രിവാൻഡ്രത്ത് നിന്ന് കോഴിക്കോട് എത്തുന്ന ജനശതാബ്ദിയാണ് ലേറ്റ് ആയത്. കല്ലായി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഒരു വണ്ടിയിലേക്കൂടെ പോകും. കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി. ഇന്ന് ഡിലേ ആണ് വണ്ടി. ഇതേ ജനശതാബ്ദി എക്സ്പ്രസ്. സമയമുണ്ടല്ലോ ഇപ്പോൾ 2:49. C2 C1 ഇതെല്ലാം മാറ്റേണ്ട കാലം കഴിഞ്ഞു. ഈ ഒരു ജനശതാബ്ദിയല്ല, പുതിയ LHB വരേണ്ട ടൈമായി. എന്തുകൊണ്ടാണ് മാറ്റാത്തതിൻ്റെ ഇപ്പോൾ കാരണം വ്യക്തമാകുന്നില്ല. ഉടനെ തന്നെ മാറ്റുമെന്ന് പ്രതീക്ഷിക്കാം. രാത്രിക്ക് ഒരു 9:30-10 മണിയാകുമ്പോൾ ഇവിടെ എത്തും, ട്രിവാൻഡ്രത്തെത്തും. പ്ലാറ്റ്ഫോം വരുന്നത് ഇവിടെ ഇല്ല കേട്ടോ, ഇപ്പുറത്തെ സൈഡിലാണ് പ്ലാറ്റ്ഫോം വരിക. ഇന്ന് വണ്ടി ഇവിടെയാണല്ലോ വന്നത് നവി. ഇന്ന് ഇവിടെ വന്നത് നോർമലി ഇവിടെ അല്ലല്ലോ വരല്. അതെന്ത് ഒന്നിലാണല്ലോ? ഞാൻ അവിടെ പറഞ്ഞില്ല ഇവിടെ അല്ല വരുന്നത്. കോഴിക്കോട് ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വരുമ്പോഴാണ് ഇവിടത്തേക്ക് വണ്ടി വരുന്നത് കാണുന്നത്. എൻ്റെ ജനറൽ കാറിന്റെ തിരക്ക് നോക്കി. ഇനിയാണ് തിരക്ക്. ഏകദേശം കാസർഗോഡ് വരെ ഉണ്ടുള്ളൂ. ഞങ്ങള് വന്നേല്ലേ, ശാസ്ത്രയുടെ ഒരു സ്ഥലം ഉണ്ടായില്ല ജനറല്. അതെ, ഫ്രണ്ടിൽ വരണം, അതുപോലെ പുറകിൽ വരണം. ഇവിടെ ഉണ്ടല്ലോ പ്രത്യേക അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട്. കാരണം ഈ വണ്ടി വരുന്നത് നോർമലി ഈ ഒരു പ്ലാറ്റ്ഫോമിലല്ല, ആ ഒരു പ്ലാറ്റ്ഫോമിലാണ്. 4 1
നമ്മളെപ്പോഴും സമൂസയല്ലേ വാങ്ങിക്കാറ്, ഇത്തവണ ഞങ്ങൾ പഴംപൊരിയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ? അല്ല, കേരളം ഇത് കഴിഞ്ഞാൽ കേരളം വിട്ട് കഴിഞ്ഞാൽ പഴംപൊരി ഒന്നും കിട്ടില്ല, സമൂസ കിട്ടും. അത് മറ്റേ മസാലയിലുള്ള സംഭവം കിട്ടും. നമ്മളെ വണ്ടിയിൽ നിന്ന് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയാം വേറൊന്നുമല്ല, 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പോൾ ചെന്നൈ എഗ്മോർ മംഗളൂരു എക്സ്പ്രസ് വന്നിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മുന്നിലേക്കൂടെ പോകേണ്ട വണ്ടിയാണ്. അതിന് ലേറ്റ് ആയതുകൊണ്ട് അതിപ്പോൾ ഇതാ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ശരിക്കും നമ്മുടെ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന വണ്ടി കൂടുതലും ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് വരിക, 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വരിക. പ്രായപുരത്തിൻ്റെ WP7 ആണ് ലോക്കോമോട്ടീവ്. കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിപ്പോൾ വടകര റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. വടകര ഒരു വണ്ടി വരുന്നുണ്ട്, കേരളത്തിൻ്റെ കൊമ്പൻ, കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത്. നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ് കേട്ടോ. വണ്ടി ഏകദേശം ഒരു 40 മിനിറ്റിൻ്റെ അടുത്ത് വണ്ടി ഡിലേ ഉണ്ട് കേട്ടോ. അതെ അതെ. പിന്നെ ഈ വണ്ടിക്ക് പേര് വന്നത്, നമ്മുടെ വണ്ടീൻ്റെ പേര് മംഗള ലക്ഷദ്വീപ് ആണ്. ഈ ഒരു വണ്ടിക്ക് പേര് വരാൻ കാര്യം എന്ന് വെച്ചാൽ മംഗള ലക്ഷദ്വീപ്. മംഗള എന്ന് പറഞ്ഞാൽ മംഗലാപുരത്തിനടുത്തല്ല, മംഗളാദേവി ക്ഷേത്രത്തിന്റെ ആ ഒരു പേര് മംഗള. ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലത്തെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രഭരണ പ്രദേശം. ലക്ഷദ്വീപായിട്ട് ഏറ്റവും കണക്ടിവിറ്റി ഉള്ളത് കൊച്ചിയാണ്. കാരണം അവിടെ കപ്പൽ മാർഗം ആളുകൾ കൂടുതൽ വരുന്നത് കൊച്ചിയാണല്ലോ. ആ ഒരു കണക്ടിവിറ്റി കൊണ്ടാണ് ഈ രണ്ട് പേരുകൾ വന്നത്, മംഗള ലക്ഷദ്വീപ്. പക്ഷേ പണ്ട് മുതൽ ഈ വണ്ടിക്ക് ഉണ്ടായത് ഈ പേരിലല്ലല്ലോ. ആദ്യം മംഗള എന്നല്ല, അതിനൊരു ചരിത്രമുണ്ട്, ഒരു വലിയൊരു കഥയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല, ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവില്ല. അങ്ങനെ ചെറുതായിട്ട് പറയാം. കാരണം ഒരുപാട് പറയാനുണ്ട്. 1973 സമയത്ത് ഈ വണ്ടി, ഇപ്പൊ ഇന്നത്തെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ മംഗലാപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പാലക്കാട് വഴിയാണ്, എറണാകുളം വരെയൊന്നും ഉണ്ടായില്ല. അപ്പം ആ സമയത്ത് നിന്നാൽ എറണാകുളത്ത് നിന്ന് ഒരു വണ്ടി വന്ന്, അതുപോലെ തന്നെ മംഗലാപുരത്ത് നിന്ന് ഈ വണ്ടി വന്നിട്ട് ഷൊർണൂരിൽ നിന്ന് സ്ലിപ്പായിട്ട് വന്നിട്ട് ലിങ്കായിട്ട് നേരെ ഡൽഹിയിലേക്ക് പോകും. അപ്പം പിന്നീട് അത് 1980 വരെ ആ വണ്ടി ഉണ്ടല്ലോ, അതിന്റെ പേര് ജയന്തി ജനത ആണ്. ഇപ്പൊ നിലവിലത്തെ പൂനെ പോകുന്ന ജയന്തി ജനത അതല്ല, ജയന്തി ജനത 1980 വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1993 മംഗലാപുരം ആ വണ്ടി അതൊക്കെ ഒഴിവായി. പിന്നെ സ്വന്തമായിട്ട് തന്നെ മംഗള എന്ന പേരിൽ തന്നെ മംഗലാപുരത്ത് നിന്ന് പാലക്കാട് വഴി ഡൽഹിയിലോട്ട് ഈ വണ്ടി പോകണ്ടായി. ഫൈനലി പിന്നെ കൊങ്കൺ റെയിൽവേ 1998 വന്നല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ഈ വണ്ടി പാലക്കാട് വഴിയുള്ളത് ഒഴിവാക്കിയിട്ട് നേരെ കൊങ്കൺ വഴി പോയി തുടങ്ങുകയും ചെയ്തു. ഈ മംഗലാപുരം വരെയുള്ള വണ്ടി എറണാകുളത്തേക്ക് നീട്ടുകയും ചെയ്തു. ആ ഒരു പേര് കിട്ടുകയും ചെയ്തു, മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ്. അതെ, പിന്നെയാണ് അത് റീനെയിം ചെയ്തത്. ഇതാണ് മംഗളേൻ്റെ ഒരു ചരിത്രം എന്ന് പറയാൻ പറ്റും. ഇവിടുന്ന് വണ്ടി എടുത്തിരിക്കുകയാണ് കേട്ടോ, ഹോൺ അടിച്ചു. യെസ്, വണ്ടി എടുത്തിരിക്കുകയാണ്. ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയാണ് കേട്ടോ. കാരണം ഈ ഒരു നടുഭാഗത്തില്ലേ നല്ല എന്താ പറയുക ചെടികളൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ എറണാകുളത്ത് നിന്ന് കണ്ട മഴ അല്ലേ നവി, ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ട്. ഇതുവരെ തോന്നുന്നുണ്ട് കേരളത്തിൽ എല്ലായിടത്തും തന്നെ അവസ്ഥ. അതെ അതെ. 16:52, അതായത് 4:52 സമയം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്, 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ. നല്ല മഴയാണ്, അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ല കേട്ടോ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലൊക്കെ നല്ല വെള്ളമാണ്. ഇതാ ഈ ആൾക്കാരൊക്കെ ഓടിപ്പോവും, അപ്പോൾ ഇവിടെ വഴുതിയടിച്ച് വീഴൂലല്ലേ. അതായത് വണ്ടി പെട്ടെന്ന് വന്നാൽ ഓടിച്ചാടി കയറലൊന്നും ഈ മഴക്കാലത്ത് നടത്തില്ല. ഈ മഴക്കാലത്ത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആൾക്കാർ എത്തുക ഓടിപ്പിടിച്ച് വണ്ടിയിൽ കയറേണ്ട രീതി ആവാറില്ല കേട്ടോ. മൊത്തം വെള്ളം കയറി കിടക്കുക, നല്ല സ്പീഡിലാണ്. അടുത്ത സ്റ്റോപ്പുള്ളതുണ്ടല്ല പയ്യന്നൂർ, പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. ഏഴുമല റെയിൽവേ സ്റ്റേഷൻ
പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടാ. ഇവിടെയൊക്കെ നല്ല വെള്ളമുണ്ട്. ഇതാ പയ്യന്നൂർ. ആ ഒരു ഗ്രൗണ്ട് മൊത്തം വെള്ളമാ. നമ്മുടെ മുമ്പ് ഇവിടുന്നായിരുന്നു വണ്ടി വരുന്നുണ്ടായത്. ഇപ്പം പിന്നെ നീലേശ്വരമാക്കി. കാരണം മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പയ്യന്നൂർ വന്ന് ട്രെയിൻ കയറൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നീലേശ്വരത്തേക്കാണെങ്കിൽ ഒറ്റ ബസ് കയറിയാൽ മതി, ഡയറക്റ്റ് വേഗം പോവാം. അങ്ങനെ നമ്മുടെ നീലേശ്വരം എത്തിയിരിക്കുകയാണ് നവി. നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. എടാ എനിക്ക് വീട്ടിൽ പോകണടാ നവി. യുവർ ലൊക്കേഷൻ ഇവിടുന്ന് ബൈക്ക് വെച്ച് കഴിഞ്ഞാൽ 29 കിലോമീറ്റർ മലയാളി ട്രാവലേഴ്സ് നമ്മളെ വീട്ടിലേക്ക്, അതായത് 50 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മളെ വീട്ടിലെത്താം. ഓ ഇപ്പം മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് ഇറങ്ങിയത്, സിഗ്നൽ ആയിട്ടില്ല. അമ്മേനെ വിളിച്ചതേ ഇല്ല നീലേശ്വരം എത്തിന്ന് പറഞ്ഞിട്ട്. നമുക്കൊരു വിഷമം. പിന്നെ അമ്മ അച്ഛനെല്ലാം അടുത്തുണ്ടല്ലോ, 29 കിലോമീറ്റർ പോയി അവരെല്ലാം അടുത്തുണ്ട്. നല്ല മഴയുണ്ട്. ഇവിടെ ആദ്യം മഴക്കാർ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതുവരെ നമുക്ക് ആ പോകുന്നൊരു വഴിയാണ്. എന്ത് പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. പക്ഷെ അത് 2 ദിവസം കൊണ്ട് ശരിയാവും. അതിപ്പോ നാളെ ആകുമ്പോഴത്തേക്കിനും അത് ഏകദേശം മാറും. പിന്നെ പ്രശ്നമില്ല. പിന്നെ യാത്രയൊക്കെ അങ്ങനെയല്ലേ അല്ലേ, നമ്മളെ വഴിയല്ലേ പോന്നെ. ഈ ഒരു ഭാഗത്തില്ലേ, അങ്ങോട്ട് പോകുന്ന ഭാഗമില്ലേ, അത് നേരെയാണ് നമ്മുടെ വീട്ടിലേക്കൊക്കെ പോകുന്നത്. ഭീമനടി നർക്കലക്കാട് എന്ന് പറയും. അതായത് ഒരു മലയോര ഗ്രാമപ്രദേശങ്ങളാണ് നമ്മുടെ ആ ഒരു ഭാഗമൊക്കെ. വെള്ളരിക്കുണ്ട് എന്നൊക്കെ, വെള്ളരിക്കുണ്ട് താലൂക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അവിടെ നല്ല മഴയാണ്, ആകാശം കണ്ടാലും അറിയാം. അതെ അതെ അതെ. ഈ നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ നല്ല രീതിയിലുള്ള ഡെവലപ്പ് വന്നു കേട്ടോ. പിന്നെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇങ്ങനൊന്നല്ല ഈ പ്ലാറ്റ്ഫോമൊന്നും ഇങ്ങനൊന്നല്ല ഉണ്ടായത്. അതെ അതെ. മാത്രമല്ല ഇവിടെ വെയിറ്റിംഗ് റൂം പോലും ഉണ്ടായിട്ടാ. ഇവിടെ വെയിറ്റിംഗ് റൂമൊക്കെ കിടക്കുന്നുണ്ട്. നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ വെയിറ്റിംഗ് റൂം ഉള്ളതുണ്ടല്ലോ, ഈ ഒരു ഭാഗത്താണ് വെയിറ്റിംഗ് റൂം ഉള്ളത്. ഇത് അപ്പർ ക്ലാസ്, സ്ലീപ്പർ ക്ലാസ് വെയിറ്റിംഗ് റൂം. പുറത്തേക്കുള്ള വഴി. ഇപ്പോൾ ഇവിടെ പുറത്തിറങ്ങിയാൽ തന്നെ നമുക്ക് നാട്ടിലോട്ട് ഇഷ്ടം പോലെ KSRTC ഉണ്ട് കേട്ടോ, പ്രൈവറ്റും ഉണ്ട്. ഈ ഒരു ഭാഗം ഉണ്ട് ഇതാ റെയിൽവേ സ്റ്റേഷൻ പുറത്തേക്ക്, അതായത് ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകുന്ന വഴിയാണ്. ഇതിൻ്റെ 2 വശത്ത് നല്ല എന്താ ഇരിക്കേണ്ട ഇതൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഹോട്ടൽ അടിപൊളിയാണ്. പക്ഷെ മഴയത്താണ്ട് ഇരിക്കാൻ പറ്റില്ല. മഴ അത് നോക്കണ്ട. നോർമലി ഒരു സമയമൊക്കെ നിങ്ങൾ നോക്കിയതാ ഇരിക്കാൻ നല്ല ബെഞ്ചായാലും നോക്കിയേ, അടിപൊളിയാണ്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് 1 മിനിറ്റ് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ തന്നെ വണ്ടി എടുക്കുകയും ചെയ്തു. ഇനി വലിയൊരു രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഹസ്രത്ത് നിസാമുദ്ദീൻ നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ മംഗളക്ക് ഇവിടെ സ്റ്റോപ്പില്ല. അതെന്താ അല്ലേ? കാസർഗോഡ് നിന്ന് സ്റ്റോപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് നീലേശ്വരാണ്, കാഞ്ഞങ്ങാടില്ല. പക്ഷെ ഇപ്പം ഇങ്ങോട്ട് ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഉണ്ട്, ഇവിടെ സ്റ്റോപ്പുണ്ട്. അതെന്താ അറിയില്ല അല്ലേ? അല്ലടാ, അത് വരുമാനത്തിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് അതിന് പുറമെ വേറെ വിഷയമുണ്ടോ ഇവിടെ? എന്താ ടെക്നിക്കലി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ നിർത്തി എടുക്കുന്നതിന് അതിന്റെ അങ്ങനത്തെ ഒക്കെ അല്ലേ ടൈമിങ്ങിന്റെ അതിന്റെ കൂടുതലായിട്ടൊന്നും അറിയില്ല കേട്ടാ. കാഞ്ഞങ്ങാട് പാർക്കിംഗ് അതാണ് കേട്ടാ. ഒരുപാട് തവണ നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ടൗണൊക്കെ വരുന്ന അവിടെയാണ്, ബസ് സ്റ്റാൻഡൊക്കെ വരുന്ന അങ്ങ് അവിടെയാണ്. ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ. ഈ ആൾക്കാരൊക്കെ പോകുന്ന ഇല്ല, അതിലെ കൂടെ പോയ ഡയറക്റ്റ് നേരെ ആ ബസ് സ്റ്റാൻഡ് ആ ഭാഗത്തെത്താം. അങ്ങനെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ഈ വണ്ടിയുടെ അവസാനത്തെ സ്റ്റോപ്പാണ് കേട്ടോ, കാസർഗോഡ്. ഇവിടെ ഇപ്പോൾ ഒരു വണ്ടി വരാനുണ്ട് കേട്ടോ, ഒരു ലോക്കൽ വരാനുണ്ട്. മാംഗ്ലൂർ കണ്ണൂർ പാസഞ്ചർ, അതായത് ഇപ്പോൾ എക്സ്പ്രസ് ആണല്ലോ, ആ വണ്ടി വരാനുണ്ട്. അതിൻ്റെ തൊട്ട് പുറകെ തന്നെ മാവേലി ഉണ്ട്, അതിൻ്റെ തൊട്ട് പുറകെ തന്നെ മലബാർ. അപ്പോൾ ആ 3 വണ്ടികൾക്കുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഇത് മാവേലി അനൗൺസ്മെന്റ്.
ഇത് പാൻട്രി ആണ് കേട്ടോ, പാൻട്രി കാർ. ഇതൊക്കെ ഇപ്പം മഴ പെയ്ത് പോയതേ ഉള്ളൂ, പക്ഷെ എന്നാലും മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ് ആണ്. നമുക്ക് ഈ ഒരു ഭാഗത്ത് എവിടെയും കയറിയിട്ട് ഇതുവഴി നേരെ പാൻട്രി ഭാഗത്തേക്ക് പോകാനാണ്. കാരണം 2 കുപ്പി വെള്ളം വാങ്ങിക്കാനുണ്ട്. മഴയത്ത് സ്ലീപ്പറിൽ യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ്, വൃത്തി ഒട്ടും ഉണ്ടാവില്ല. അതാണ്. നമ്മളിപ്പോൾ കേരളമൊക്കെ മാറി കർണാടകയിലെത്തി. നേത്രാവതി റിവറാണ് കേട്ടോ ഇത്. അതിലൂടെയാണ് ബൈ റോഡ് ഉള്ളത്. നമ്മുടെ ബസ്സും കാറും ഒക്കെ പോകുന്നത് അതിലൂടെയാണ്. നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇനി സമയം ഇരുട്ടായല്ലേ, ഏകദേശം 6:50 അടുത്തില്ലേ അല്ലേ? 6:55 നമ്മുടെ വണ്ടി മംഗലാപുരം ജംഗ്ഷനിലെത്തുന്നത്. അതെ. മഴ പുറത്തുണ്ടാ? ഇല്ലാന്ന് തോന്നല്ലേ? ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അല്ല, നല്ല മഴക്കാറുണ്ട്, ഓൾറെഡി ഉണ്ട്. നേരത്തെ വരെ കാസർഗോഡ് വരെ വണ്ടി ഡിലേ ആയിട്ടുണ്ടായിരുന്നു, ഒരു അരമണിക്കൂർ. പക്ഷെ അത് ഇവിടെ എത്തുമ്പോഴത്തേക്കും അത് ഓക്കെ. അത് ഇവിടെ കുറച്ച് എക്സ്ട്രാ ടൈം ഉണ്ട് അതിന്. ടൈമിങ് അങ്ങനെയാണത്. ഇവിടെ ഉണ്ട്, ഭാഗത്ത് നല്ല വെള്ളതാ. ആ സൈഡ് കണ്ടോ അല്ലേ? അവിടെ ഒന്നും മനസ്സിലായി, കടല് പോലെ അങ്ങനെ പോവാ. അതായത് വേറെ ഇത്. ഈ സമയത്ത് ഒരു ട്രെയിൻ വരണമായിരുന്നു അല്ലേ? മലബാർ വന്നിട്ട് പോയി തോന്നുന്നു. മലബാർ നേരത്തെ പോയില്ലേ? ട്രെയിൻ ഇപ്പം മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 6:55 എത്തേണ്ട വണ്ടി 7 മണിക്കാണ് എത്തിയത് കേട്ടോ. 5 മിനിറ്റ് ഡിലേ, അത്രയേ ഉള്ളൂ. നല്ല മഴയാണ് കേട്ടോ. ഇതാ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ഡീസൽ ലോക്കോമോട്ടീവ്സ് ഉണ്ടാവും. അന്ത്യോദയ, മംഗളൂരു ജംഗ്ഷൻ, കൊച്ചുവേലി. WDP 4D. മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇത് നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. ഇവിടെ 5 മിനിറ്റാണ് വണ്ടിക്ക് ഹോൾട്ട് ഉള്ളത്. ഇനി രാത്രിക്ക് ഇവിടുന്ന് ഭക്ഷണം വാങ്ങിക്കാമല്ലോ. നമുക്ക് ചിക്കൻ ബിരിയാണി വാങ്ങിയാലോ ഇവിടുന്ന്? ഇനി അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നോൺ വെജ് കഴിക്കാൻ വേണ്ടി പറ്റില്ല. അത് ശരിയാണ്. എന്നാൽ പിന്നെ ഒന്ന് പോയി വാങ്ങിക്കാവാ. കാരണം അവിടെ ഉണ്ട് 2 ചിക്കൻ ബിരിയാണി കേട്ടോ. നല്ല മഴയാണ് കേട്ടോ പുറത്തിത്. ആ സമയത്ത് 2 ചിക്കൻ ബിരിയാണി വാങ്ങിച്ചിരിക്കുകയാണ്. 100 രൂപയാണ് ചിക്കൻ ബിരിയാണിക്ക്. 100 രൂപ. ആ കയറിക്കോ. ഈ മഴയത്ത് എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുക? ഒരു ഗ്യാപ്പുണ്ട് ഈ റൂഫും ട്രെയിനിൻ്റെ ഇതും തമ്മിൽ. ആ കയറിക്കോ. മംഗലാപുരത്ത് നിന്ന് വാങ്ങിച്ച ബിരിയാണി ഇതാണ് കേട്ടോ, ചിക്കൻ ബിരിയാണി. ഈ ഒരു ടൈപ്പാണ് റൈസ് വരുന്നത് കേട്ടോ. ഒരു അച്ചാറുണ്ട്, ചിക്കൻ ഉണ്ട്. ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ, ഫ്രൈ ടൈപ്പിലാണ്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാ, നല്ല ബിരിയാണി തന്നെയായിരുന്നു. പിന്നെ നമുക്കിവിടെ കമ്പിളി ഉണ്ട്, പുതപ്പുണ്ട്, പില്ലുണ്ട്, സലാഡുണ്ട് കേട്ടോ. ഇതൊക്കെ സെറ്റാണ്. വിരിച്ച് കിടക്കേണ്ട സമയം കിടക്കാം. നവി ഭക്ഷണം കഴിക്കുന്നത്ര. ഞാൻ ലാസ്റ്റ് മനു കഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാതെ കഴിച്ചു. ഉടുപ്പി നിർത്താനായിട്ട് ഇനിയുണ്ട് അത്ര ഒരു എന്താ പറയുക, ഒരു 10-25 കിലോമീറ്റർ പോകാൻ വേണ്ടി. എങ്ങനെയുണ്ട്? ഇത് നല്ല ബിരിയാണി. ഇത് മംഗലാപുരം ആയാലും നമ്മളെ കേരള ടൈപ്പ് പോലെ തന്നെ ബിരിയാണി തന്നെയാണ്. നീ പറഞ്ഞ പോലെ തന്നെ അല്ലേ? പിന്നെ ഇനി അങ്ങോട്ട് പിന്നെ നല്ല ബിരിയാണി കിട്ടൂലല്ലോ, അവിടെ ഇന്നത് വാങ്ങിയത്. ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. ഇതേ ഉടുപ്പി നെയിം ബോർഡ്. ഇതാ നല്ല മഴയുണ്ട് കേട്ടോ. മഴയത്തിനാണ് വീഡിയോ എടുക്കുന്നത്. പനി വരാൻ ചാൻസ് ഉണ്ട് അധികം നേരം ഇവിടെ നിന്നാൽ കേട്ടോ. എപ്പോഴും വരുന്ന ഒരു പ്ലാറ്റ്ഫോമിലല്ല വണ്ടി വന്നത്. അതായത് ഇവിടെ ആണെങ്കിൽ നിൽക്കണ ഒരു റൂഫ് പോലും ഇല്ല. നമ്മൾ എറണാകുളത്തുണ്ടല്ലോ 480 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഇപ്പോൾ കർണാടകയിൽ ഉടുപ്പിയിലെത്തിയത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കിടക്കാൻ പോകണം. കാരണം ഈ കൊങ്കൺ റെയിൽവേന്റെ കാഴ്ചകൾ കാണാൻ കൂടി മൊത്തം ഇരുട്ടാണ്. ഇന്നിപ്പോ ഒന്നും കാണാനില്ല. ഇനിയിപ്പോ നാളെ മുതൽ അടിപൊളി കൊങ്കൺ കാഴ്ചകൾ തുടരില്ല അല്ലേ? മൊത്തം നനഞ്ഞ് എനിമിക്കോറും പനി വരുമെന്നാ പേടി. അതെ, വേഗം ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് ശരിക്കും എറണാകുളത്ത് 3 പാർട്ടുണ്ട് കേട്ടോ. അതിൽ 1ാമത്തെ പാർട്ടാണ് ഉടുപ്പി വരെ ഉള്ളത്. നാളെ കിടിലൻ കാഴ്ചയുണ്ട് കേട്ടോ കൊങ്കൺ റെയിൽവേന്റെ. അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ കിടന്നുറങ്ങാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.